A road 28 centimeter long is to be bent to make a rectangle. 28 സെന്റിമീറ്റർ നീളമുള്ള ഒരു കമ്പ് വളച്ച് ഒരു ചതുരം ഉണ്ടാക്കണം. ഓക്കെ, കണ്ടീഷൻസ് ഇങ്ങനെയാണ് പറയുന്നത്. ഒന്ന്, can a rectangle of diagonal 8 centimeter be made? വികരണത്തിന്റെ നീളം 8 സെന്റിമീറ്റർ ആയിട്ട് ചതുരം ഉണ്ടാക്കാൻ കഴിയും. അതായത് ഡയഗണൽ 8 സെന്റിമീറ്റർ 8 സെന്റിമീറ്റർ ആയിട്ട് റെക്ടാംഗിൾ ഉണ്ടാക്കാൻ പറ്റുമോ? രണ്ടാമത്, can a rectangle of diagonal 10 centimeter be made? വികരണത്തിന്റെ നീളം 10 സെന്റിമീറ്റർ ആയി ഉണ്ടാക്കാൻ കഴിയുമോ? How about rectangle of diagonal 14 centimeter? വികരണത്തിന്റെ നീളം 14 സെന്റിമീറ്റർ ആയാലോ? അതായത് ഡയഗണൽ 8, 10, 14 ഈ രീതിയിൽ ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. അതായത് 28 സെന്റിമീറ്റർ നീളമുള്ള റോഡ് വെച്ചിട്ടാണ് അല്ലെങ്കിൽ ഒരു കമ്പ് വെച്ചിട്ടാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോ calculate the length of the side of the rectangle that can be made. ഉണ്ടാക്കാൻ കഴിയുന്ന ചതുരങ്ങളുടെ വശങ്ങളുടെ നീളം കണക്കാക്കുകയും വേണം. അപ്പോ ഫസ്റ്റ് നമുക്ക് പെരിമീറ്റർ തന്നിട്ടുണ്ട്, അഥവാ ചുറ്റളവ് തന്നിട്ടുണ്ട് 28 സെന്റിമീറ്റർ ആണെന്നുള്ളത്. പെരിമീറ്റർ കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം എന്താണ്? 2 × L + B. ഇതിൽ നിന്ന് L + B നമുക്ക് കാണാം. 2നെ അപ്പുറത്തോട്ട് കൊണ്ടുവരുമ്പോൾ ഗുണിക്കാനുള്ള 2 ഇപ്പുറം വരുമ്പോൾ എന്താവും? ഹരിക്കാനാവും. അപ്പൊ L + B നമുക്ക് എന്ത് കിട്ടും? 28/2 14 കിട്ടും. അതിൽ L-നെ ഞാൻ X എന്ന് എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ബ്രെഡ്ത്തിനെ ഞാൻ X എന്ന് എടുത്തു കഴിഞ്ഞാൽ മറ്റേ സൈഡ് എന്തായാലും, അതായത് ഒരു സൈഡിനെ X എന്ന് എടുത്താൽ മറ്റേ സൈഡ് 14 - X വരും. ഒരു സൈഡിനെ X എന്ന് എടുത്തു കഴിഞ്ഞാൽ മറ്റേ സൈഡ് എന്ത് വരും? 14 - X. ഇനി നമ്മളോട് ചോദിച്ചില്ല can a rectangle of diagonal 8 centimeter be made? വികരണത്തിന്റെ നീളം 8 സെന്റിമീറ്റർ ആയിട്ട് ചതുരം, അതായത് ഇവിടെ ഇങ്ങനെ നമ്മളൊരു വികരണം ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ അത് 8 സെന്റിമീറ്റർ കിട്ടണം. അതാണ് നമ്മളുടെ കണ്ടീഷൻ. നമ്മൾ പൈതഗോറസ് തിയറം യൂസ് ചെയ്താണ്ട് നമ്മൾ എക്സിന് നമുക്ക് പോസിബിൾ ആയിട്ടുള്ള ഒരു വാല്യൂ കിട്ടുമോ നോക്കിയാൽ മതി. അപ്പൊ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക്. h² = a² + b² ആണ്. h എന്ന് പറഞ്ഞാൽ ഹൈപ്പോട്ടനസ്, ഈ ഡയഗണൽ, അത് 8 സെന്റിമീറ്റർ വരണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ 8ന്റെ സ്ക്വയർ = a നെ നമുക്ക് x ആക്കിയിട്ട് എടുക്കാം, b നെ നമുക്ക് 14 - x² ആക്കാം. 8ന്റെ സ്ക്വയർ 64 ആണ്, x ന്റെ സ്ക്വയർ x², 14 - x² നമ്മൾ a - b the whole square എക്സ്പാൻഡ് ചെയ്യണം. എന്തായിരുന്നു a - b the whole square? a² - 2ab a² - 2ab plus b² ആണ്. അത് വെച്ചിട്ട് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടും. a² സ്ഥാനത്ത് 14 ആണ്, അപ്പൊ a യുടെ സ്ഥാനത്ത് 14, 14ന്റെ സ്ക്വയർ -2ab എന്ന് പറയുമ്പോൾ 2 × a എന്ന് പറഞ്ഞാൽ 14, b എന്ന് പറഞ്ഞാൽ x പ്ലസ് x² അഥവാ b². ഇനി 14ന്റെ സ്ക്വയർ കണ്ടു, അതായത് 14ന്റെ സ്ക്വയർ നമുക്ക് 196 കിട്ടും. അതേപോലെ -2 × 4 28 കിട്ടും, -28 x² കൂട്ടുമ്പോൾ 2x². ഇനി നമുക്ക് ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതാം. 2x² - 28x + 196 = 64 എന്ന് കിട്ടും. ഇനി ആ 64 നമ്മൾ എല്ലാത്തിനും നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. എല്ലാത്തിനും 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ x²നെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടുന്ന് 2 പോവും. 28നെ നമ്മൾ ചെയ്യുമ്പോൾ 14 കിട്ടും. 196നെ ചെയ്യുമ്പോൾ നമുക്ക് 98 കിട്ടും. പിന്നെ 64നെ ചെയ്യുമ്പോൾ 32 കിട്ടും. ഇനി ഈ 98നെ ഞാൻ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നു. അപ്പൊ x² - 14x = 32 - 98 കിട്ടും. അപ്പൊ നമുക്ക് x² - 4x = -66 കിട്ടും. അതിന് നമുക്ക് സ്ക്വയർ കംപ്ലീഷൻ യൂസ് ചെയ്യാം. 14ന്റെ പകുതി 7, 7ന്റെ സ്ക്വയർ രണ്ട് ഭാഗത്തും ആഡ് ചെയ്യാം. അപ്പൊ x² - 14x + 7² -66 + 7² വരും. 7² എന്ന് പറഞ്ഞാൽ 49 ആണ്. അപ്പൊ -66 + 40. ഈ സ്ക്വയർ കംപ്ലീഷൻ നമ്മൾ നേരത്തെ കുറെ ചെയ്താണ്, അതുകൊണ്ടാണ് പെട്ടെന്ന് പറഞ്ഞത്. x ന്ന് x എടുത്തു, മൈനസ് ആണ് മൈനസ് ഇട്ടു, 14ന്റെ പകുതി 7 ഇട്ടു, the whole square = -66 + 49 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? -17 കിട്ടും. അതായത് x - 7 the whole square = -17 ആണ്. അപ്പൊ സ്ക്വയർ കളയാൻ റൂട്ട് എടുക്കുമ്പോൾ -√7 എന്ന് വരും, 17 എന്ന് വരും. അതായത് ഇതിന് റൂട്ട് എടുക്കുമ്പോൾ മൈനസ് വരും, റൂട്ടിനുള്ളിൽ മൈനസ് വരും. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. അതെന്തല്ല? പോസിബിൾ അല്ല. അപ്പൊ ഡയഗണൽ എന്താവില്ല? 8 ആവില്ല എന്ന് കിട്ടി. ഇനി അടുത്ത ഡയഗണൽ 10 ആകുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതേപോലെ തന്നെ നമ്മളിപ്പോ ചെയ്ത പോലെ തന്നെ നമ്മൾ ചെയ്യാം. 8ന്റെ സ്ഥാനത്ത് ഒരു 10 വരുന്നുള്ള ഒരു വ്യത്യാസമേ ഉള്ളൂ. അപ്പൊ h² = a² + b². ബാക്കിയൊക്കെ അതേപോലെ തന്നെ x² + 14 - x², 14 - x². നമ്മൾ നേരത്തെ എക്സ്പാൻഡ് ചെയ്ത പോലെ തന്നെ a - b the whole square എക്സ്പാൻഡ് ചെയ്യാം. അപ്പൊ 100 = x² + 14² - 2 × 14 × x + x². x² കൂട്ടുമ്പോൾ 2x² വരും. then -2 × 14 -28x വരും. പിന്നെ 14ന്റെ സ്ക്വയർ 196. ഇനി നേരത്തെ പോലെ 100നെ അപ്പുറത്തോട്ട് കൊണ്ടുപോകുക, അതായത് 196നെ അപ്പുറത്തോട്ട് കൊണ്ടുവരിക. അപ്പൊ -100 - 196 വരും. അപ്പൊ x² അതിനു മുമ്പ് ഇവിടെ ഒരു ചെയ്തിട്ടുണ്ട്, സോറി.
നമ്മൾ നേരത്തെ ചെയ്ത സ്റ്റെപ്പ് തന്നെ കേട്ടോ. 2നെ നമ്മൾ വെട്ടി, ഇവിടെ 2 കിട്ടുമ്പോൾ 14 കിട്ടി, ഇവിടെ 98 കിട്ടി, ഇവിടെ 50 കിട്ടി. ഇനി 98നെ കൊണ്ടുപോവാം. 98നെ കൊണ്ടുപോകുമ്പോഴും നമുക്ക് എന്തെങ്കിലും കിട്ടുക, -48 കിട്ടുക. അതിന്റെ റൂട്ട് എടുക്കൽ നമുക്ക് എന്ത് ചെയ്യില്ല, ഇവിടെ സ്ക്വയർ കംപ്ലീഷൻ ചെയ്തില്ല, നമുക്ക് സ്ക്വയർ കംപ്ലീഷൻ ചെയ്യാം. -14ന്റെ പകുതി 7ന്റെ സ്ക്വയർ കൊടുക്കുമ്പോൾ 1 ആണ് നമുക്ക് കിട്ടുക. അപ്പൊ അത് പോസിബിൾ ആണ് അല്ലെ. അതായത് x² - 14x - 48 ഇവിടെ എല്ലാം നമ്മൾ നോക്കേണ്ടത്. ഇവിടെ ഒരു സ്ക്വയർ കംപ്ലീഷൻ എടുക്കാൻ മറന്നു, അതിന്റെ മുമ്പ് പറഞ്ഞു പോയി. ഓക്കെ, അപ്പൊ -14ന്റെ പകുതി, അതായത് 14ന്റെ പകുതി 7ന്റെ സ്ക്വയർ രണ്ട് ഭാഗത്ത് ആഡ് ചെയ്തു. അപ്പൊ -48 + 41, 1ന് റൂട്ട് ഉണ്ടല്ലോ അല്ലെ, 1ന് റൂട്ട് ഉണ്ട്. അപ്പൊ അത് പോസിബിൾ ആണ്. പോസിബിൾ ആണെന്നുണ്ടെങ്കിൽ നമ്മളുടെ സൈഡുകൾ കാണാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ +or -1 വരും. 1ന്റെ റൂട്ട് 1 തന്നെയാണ്. അപ്പൊ x - 7 = 1 അല്ലെങ്കിൽ x - 7 = -1 കിട്ടും. -7 ഇപ്പുറം വരുമ്പോ +7 ആവും. അപ്പൊ 8 അല്ലെങ്കിൽ 6, അതായത് ലെങ്ത് 8 ആണെന്നുണ്ടെങ്കിൽ ബ്രെഡ്ത്ത് എന്തായിരിക്കും, 6 ആയിരിക്കും. ഓക്കെ, 8, 6 അങ്ങനെ കിട്ടും. ഇനി അടുത്തത് 14 ആകുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതേപോലെ തന്നെ നമ്മൾ പൈതഗോറസ് തിയറം വെച്ച് ചെയ്യാം. 14ന്റെ സ്ക്വയർ കൊടുക്കാൻ 196 കിട്ടും. നേരത്തെ അറേഞ്ച് ചെയ്ത പോലെ തന്നെ നമ്മൾ അറേഞ്ച് ചെയ്തു. ദെൻ ഇനി 190 എല്ലാത്തിനും നമ്മൾ 2 ഡിവൈഡ് അല്ലെങ്കിൽ 196നെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. 2 ഡിവൈഡ് ചെയ്യുമ്പോൾ 98 കിട്ടും. 98നെ നമ്മൾ അപ്പുറത്തോട്ട് കൊണ്ടുപോകാം. അപ്പൊ നമുക്ക് 0 എന്ന് കിട്ടും. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ എക്സിനെ കോമൺ ആയിട്ട് പുറത്തെടുക്കുക. അതായത് ഇവിടെ x² എന്നൊരു എക്സിനെയും 14x എന്നൊരു എക്സിനെ എടുക്കുമ്പോൾ x² x പോയാൽ ബാക്കി എന്തുണ്ട്, x -14x x പോയാൽ 14. ഇതിനുള്ളിൽ ഗുണിക്കുമ്പോൾ നമുക്ക് കിട്ടണില്ലേ നോക്കിയാ, x × x x², x × 14 14x അല്ലെ. ഇവിടെ നമുക്ക് കിട്ടും x = 0 അല്ലെങ്കിൽ x = -14 കിട്ടും. പക്ഷെ x = 0 ആയിട്ട് നമുക്കൊരു ഇത് ഉണ്ടാവുമോ, എന്താ ഒരു സൈഡ് ഉണ്ടാവുമോ, ഇല്ലല്ലോ. സോ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. x 0 ആയിട്ട് നമുക്കൊരു സൈഡ് വരില്ലല്ലോ. സോ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. അപ്പൊ നമുക്ക് പെരിമീറ്റർ തന്നിരുന്നു. ആ പെരിമീറ്റർ വെച്ചിട്ട് നമുക്ക് 28 തന്നിരുന്നു. അത് വെച്ചിട്ട് ലെങ്ത്തും ബ്രെഡ്ത്തും കണ്ടു. പിന്നെ ഓരോ ഡയഗണൽ ആവുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. പൈതഗോറസ് തിയറം വെച്ചുകൊണ്ട് നമ്മൾ അതിനെ സോൾവ് ചെയ്തു. ഓക്കെ.